എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പൻ ഷോക്കായിട്ട് ചോദിക്കും, ഞാൻ മരിക്കണമെന്നോ? നീ എന്താ പറയണേ? ഞാൻ മരിച്ചാ പിന്നെ ഈ ഒരു ജിപ്സു അതാര് പഠിക്കും? അതിനാ തവള പറയും, ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരാം. ആദ്യം നീ നേച്ചർ എനർജി അത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യണം. ആ ഒരു എനർജി അത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് ഇജക്ട് ചെയ്യണം. അതിനുവേണ്ടി നീ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് നേച്ചർ പവറിനെ അതിനെ അബ്സോർബ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ സേഗ് ജിപ്സു അത് കംപ്ലീറ്റ് ആവും. അതിന് കുട്ടപ്പൻ ചോദിക്കും, വെറുതെ ഇരിക്കാനോ? അങ്ങനെ വെറുതെ ഇരുന്ന ഇത്രയും വലിയൊരു ജിപ്സു അത് പഠിക്കാൻ പറ്റോ? അത് കേൾക്കുമ്പോ ഇപ്പൊ പച്ചത്തവളയ്ക്ക് കലി കയറി അവൻ മുൻപോട്ട് പോവും. കുട്ടപ്പൻ അതിന്റെ പിന്നാലെ തന്നെ പോയിട്ട് പറയും, ഞാൻ ഒരുപാട് ജിപ്സു ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. ഓടിയും ചാടിയും കുട്ടിക്കാരനും മറിഞ്ഞും അങ്ങനെ ഒരുപാട് വിധത്തില്. പക്ഷെ ചുമ്മാതെ ഇരുന്ന് ഒരു ജിപ്സു പഠിക്കാൻ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ. അവളെ പറയും, ആദ്യം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം ആവശ്യമാണ്. അതിന് കുട്ടപ്പൻ ചോദിക്കും, നമ്മൾ ഒരുപാട് ലേറ്റ് ആയ അത് വലിയ അപകടമല്ലേ? അതിന് തവള പറയും, വില്ലന്റെ പവർ അത് സേഗ് സിക്സ് പാത്ത് ആണ്. അതുകൊണ്ടാണ് അവൻ വളരെ എളുപ്പത്തില് മാമനെ പോലും കൊന്നു കളഞ്ഞത്. അവനാണ് അക്കാസ്കി മെമ്പേഴ്സിന്റെ ലീഡർ. അവർക്ക് ആവശ്യം ടെയിൽഡ് ബീസ്റ്റുകളെയാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് മനസ്സിലാവും അവരുടെ അടുത്ത ലക്ഷ്യം അവൻ തന്നെ ആയിരിക്കുമെന്ന്. അതിന് കുട്ടപ്പൻ പറയും, അടുത്ത അവരുടെ എര അത് ഞാനാണ്. അവരെന്നെ തേടി വരും മുൻപ് ഈ ജിപ്സു അത് ഞാൻ പഠിച്ചെടുക്കണം. എന്റെ മുൻപിൽ സമയമില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും നീ എന്നെ സഹായിക്കണം. അതിന് തവള പറയും, ഒരു വഴിയുണ്ട്. ആ ഒരു ശിലയ്ക്ക് പിന്നില് ഒരു നദിയുണ്ട്. അവിടെ തവളകളുടെ എണ്ണയുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ ഈ ഒരു ജിപ്സു അത് വേഗം പഠിക്കാമെന്ന് പറഞ്ഞ് തവള ആ ഒരു എണ്ണ അതിപ്പോ കയ്യിലെടുക്കും. എന്നിട്ട് പതിയെ ഇപ്പൊ കുട്ടപ്പന്റെ കയ്യില് അത് തേച്ചു കൊടുക്കും. തവള പറയും, ഈ ഒരു ഓയില് നേച്ചർ പവർ അബ്സോർബ് ചെയ്യാൻ നിനക്ക് ഒരുപാട് സഹായാവും. ഇതിലൂടെ പെട്ടെന്ന് തന്നെ നിനക്കതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുമെന്ന് പറയും. അപ്പൊ അതേസമയം കുട്ടപ്പൻ അവൻ സുഖത്തിൽ ആറാടുകയാണ്. കുട്ടപ്പൻ പറയും, ഈ ഓയില് ശരിക്കും നല്ല രസമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് തവള പറയും, നീ നേച്ചർ പവർ അബ്സോർബ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറയും. കുട്ടപ്പൻ അവന്റെ കൈ നോക്കുമ്പോ അതിപ്പോ പതിയെ പതിയെ തവളയുടേതുപോലെ ആവാൻ തുടങ്ങും. തവള പറയും, ഇത് നീ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ ഒരു തവളയായി തീരും. കുട്ടപ്പൻ അതുകൊണ്ട് ഷോക്കായിട്ട് അവൻ വെള്ളത്തിലേക്ക് നോക്കും. അവന്റെ പാതി ഫേസും കൈയും എല്ലാം തന്നെ ഇപ്പൊ തവളയുടേതുപോലെ ആയി മാറും. ഉടനെ പച്ചത്തവള ഒരു കല്ലെടുത്ത് അവന്റെ തലക്കിട്ട് ഒറ്റ അടി. കുട്ടപ്പൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്രീസായി പോവും. അവൻ ഒന്നുകൂടെ വെള്ളത്തിലേക്ക് നോക്കും. അപ്പൊ അവൻ പഴയതുപോലെ ഇപ്പൊ നോർമലായിട്ട് തീരും. പച്ചത്തവള പറയും, നീ കറക്റ്റായിട്ട് നേച്ചർ എനർജി അത് അബ്സോർബ് ചെയ്യണം. ബാക്കി രണ്ട് എനർജിയുമായിട്ട് ഇതിനെ കറക്റ്റായിട്ട് കമ്പൈൻ ചെയ്താൽ മാത്രമേ ആ ഒരു ജിപ്സു അത് വർക്കൗട്ട് ആവൂ. ഒരു പക്ഷേ എന്തെങ്കിലും തെറ്റുപറ്റിയ ജീവിതകാലം മുഴുവൻ നീ തവളയായിട്ട് ജീവിക്കേണ്ടി വരും. പച്ചത്തവള അവിടെ ഒരുപാട് തവളകളുടെ ശില്പങ്ങൾ കാണിച്ചു കൊടുക്കും. ആക്ച്വലി നിനക്ക് മുൻപ് ഒരുപാട് ആൾക്കാര് ഈ ജിപ്സു ട്രെയിൻ ചെയ്യാൻ ഇവിടേക്ക് വന്നിരുന്നു. അവരെല്ലാവരും ഇതില് തോറ്റ് ശിലയായി മാറി. അത് കണ്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. പച്ചത്തവള പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ കയ്യിൽ ഈ സ്റ്റിക്ക് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നം അത് സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റിക്ക് വെച്ച് തല്ലി നിന്നെ പഴയതുപോലെ ആക്കാൻ എനിക്ക് കഴിയും. ജിറയ മാമനെ കൊണ്ട് പോലും ഈ ഒരു സേഗ് ജിപ്സു അത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവനും ചെറുതായിട്ട് തവളയായി മാറാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അവനത് കൺട്രോൾ ചെയ്തു. നിന്നെ കൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു സേഗ് ജിപ്സു അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതിന് കുട്ടപ്പൻ പറയും, ഉറപ്പായിട്ടും സേഗ് ജിപ്സു അത് ഞാൻ കൺട്രോൾ ചെയ്തിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ അക്കാസ്കി മെമ്പേഴ്സിനെ കാണിക്കുന്നു. ടോബി പറയും, ഓൾറെഡി നമ്മളിപ്പോ എല്ലാ മോൺസ്റ്റേഴ്സിനെയും ലോക്ക് ചെയ്ത് അവരുടെ പവർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ നയൻ ടെയില് അതുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് അതിനെ പിടിക്കണം. ഓൾറെഡി ജിറയ മാമനെ അവനെ കൊന്നു കളഞ്ഞതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ലീഫ് വില്ലേജിൽ നിന്ന് അവനെ പൊക്കിയെടുക്കാം. ടോബി പറയും, പെയിൻ അവൻ നിസ്സാരക്കാരനല്ല. അവൻ ആ ലീഫ് വില്ലേജ് തന്നെ തകർത്ത് നയൻ ടെയിലിനെ തൂക്കിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവരും. അവൻ തിരിഞ്ഞു നോക്കുമ്പോ പെയിനും അവന്റെ 6 അംഗ സംഘവും അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത കുട്ടപ്പൻ ഇപ്പൊ ആ ഓയിലിൽ മുങ്ങിക്കുളിച്ച് വീണ്ടും വീണ്ടും സേഗ് ജിപ്സു ട്രെയിനിങ് അതെടുത്തു കൊണ്ടേയിരിക്കുകയാണ്. അവൻ വീണ്ടും വീണ്ടും തവള ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് പച്ചത്തവള ആ സ്റ്റിക്ക് വെച്ചടിച്ച് അവനെ നോർമലാക്കും. കുട്ടപ്പൻ പറയും, അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ മടുത്തു. എന്റെ കയ്യില് അവസാനമായിട്ടൊരു ഐഡിയ ഉണ്ട്. ഞാൻ എന്റെ ഷാഡോ ക്ലൗൺസിനെ
അവറ്റകളെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ജിപ്സു അത് ട്രെയിൻ ചെയ്യാം. അതിന് തവള പറയും, അതിലേതെങ്കിലും ഒരു ക്ലൗണ് തവളയായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നീയും ഓട്ടോമാറ്റിക് ആയിട്ട് തവളയായി മാറും. അതുകൊണ്ട് ഒരുപാട് ക്ലൗൺസ് ഒന്നും വേണ്ട, നീ ഒരു 4 ക്ലൗൺസിനെ വെച്ച് ട്രെയിനിങ് എടുക്ക്. കുട്ടപ്പനുടനെ ഇപ്പൊ അവന്റെ 4 ക്ലൗൺസിനെ ഉപയോഗിച്ച് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. തവള അറഞ്ചം പൊറഞ്ചം അടിച്ച് അവന്റെ 4 ക്ലൗൺസിനെയും ഇപ്പൊ ഓടിച്ചു വിടും. തവള കുട്ടപ്പനെ കണ്ട് ഷോക്കായിട്ട്, ഞാൻ ഇത്ര അടിച്ചിട്ടും നീ തവളയായി മാറിയോ? അതിന് കുട്ടപ്പൻ പറയും, ഇത് തവളയായി മാറിയതല്ല, നിന്റെ അടി കൊണ്ട് എന്റെ മുഖം അത് നീര് വെച്ചതാണ്. തവള പറയും, നിന്നെ കൊണ്ടും മാമനെ കൊണ്ടും മാത്രമേ ഈ ഒരു സേഗി ജിപ്സു അത് പഠിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് നിന്റെ ഗട്ട്സ് ആണ്. നീ ഗിവപ്പ് ചെയ്യാതെ പോരാടിക്കൊണ്ടേയിരിക്കും. ഉടനെ കുട്ടപ്പൻ ആവേശാവും. അവൻ ആ ഓയിലിലേക്ക് ഇപ്പൊ എടുത്തു ചാടും. എന്നിട്ട് വാശിയോടെ അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ ട്രെയിനിങ് എടുത്തോണ്ടേയിരിക്കും. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഇപ്പൊ കുട്ടപ്പൻ അവനൊരു പരിധി വരെ ആ ഒരു നേച്ചർ പവറിനെ അബ്സോർബ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. തവളയാണെങ്കില് കുട്ടപ്പനെ പെർഫോമൻസ് കണ്ട് വണ്ടടിക്കും. കുട്ടപ്പൻ സന്തോഷം കൊണ്ട് ഇപ്പൊ എടുത്തു ചാടി ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോ തവള പറയും, ഇപ്പൊ ഇത്രയും മതി, ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആ പാറ അത് നീ സേഗ് ജിപ്സ് ഉപയോഗിച്ച് ഉയർത്തണമെന്ന് പറഞ്ഞ് കുട്ടപ്പന് വീണ്ടും ഇപ്പൊ പുഴുവിനെയും ഞണ്ടിനെയും ഒക്കെ കരിച്ചു കൊടുക്കും. കുട്ടപ്പൻ അത് കാണുമ്പോ തന്നെ ഇപ്പൊ ഓക്കാനം വരും. എന്താടാ ഇത്, വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് തന്നെയാണോ എനിക്ക് തിന്നാൻ തരുന്നേ? അതിന് തവള പറയും, നിനക്ക് വേണമെങ്കിൽ കഴിക്ക്, എന്നിട്ട് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യ്. കുട്ടപ്പനാണെങ്കിൽ വീണ്ടും അതൊക്കെ തന്നെ പെറുക്കി തിന്ന് ഇപ്പൊ സൈഡായിട്ട് ഒരു മൂലക്കിരിക്കുകയാണ്. തവള കുട്ടപ്പനോട് പറയും, നീ ആദ്യം നിന്റെ നെഞ്ചിപ്സ് ഉപയോഗിച്ച് ആ കാണുന്ന തവളയുടെ വലിയ ശില അത് ഉയർത്താൻ ശ്രമിക്ക്. കുട്ടപ്പൻ അവന്റെ ഫുൾ പവർ എടുത്ത് ശ്വാസം മുറുക്ക പിടിച്ച് നെഞ്ചിപ്സ് ഉപയോഗിച്ച് അത് ഉയർത്താൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ടാവില്ല. അതിന് തവള പറയും, നീ അടുത്തതായിട്ട് സേഗ് പവർ ഉപയോഗിച്ച് അത് ഉയർത്താൻ ശ്രമിക്ക്. കുട്ടപ്പനുടനെ ആ എണ്ണയിൽ കൈമുക്കി നേച്ചർ പവർ അബ്സോർബ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യും. അവന്റെ കണ്ണുപോലും സേഗ് ജിപ്സ് കൊണ്ട് ഇപ്പൊ ഡിഫറെന്റ് ആവും. അവൻ പതിയെ പതിയെ ആ ഒരു വലിയ പാറ അതിപ്പോ ഉയർത്താൻ ശ്രമിക്കും. അത് പതിയെ അനങ്ങെ ഇപ്പൊ അവനാവട്ടെ അത് മുഴുവനായിട്ടും മുകളിലേക്ക് ഉയർത്തും. തവളയ്ക്കാണെങ്കില് അത് കണ്ട് ഒരുപാട് സന്തോഷാവും. അവസാനം നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞ് തവളയാവട്ടെ ഇപ്പൊ തുള്ളിച്ചാടാണ്. കുട്ടപ്പന് ഫുൾ ആവേശമായിട്ട് അവൻ ആ ഒരു ശില അത് വലിച്ചെറിയും. അത് അടുത്തുണ്ടായിരുന്ന ഒരുപാട് പാറകളിൽ തട്ടി അതെല്ലാം തന്നെ ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. അതിന് പച്ചത്തവള ആള് ദേഷ്യപ്പെട്ട് പറയും, നീ ഉരുട്ടിയിട്ട എല്ലാ ശിലകളും അത് കറക്റ്റാക്കി വെച്ചിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ മതി. കട്ട് ചെയ്താ ഇപ്പൊ അക്കാസ്കി മെമ്പേഴ്സിന്റെ ഹൈഡ് ഔട്ടില് ടോബിയും സെഡ്സും ചേർന്ന് ആ 8th ടൈലിന്റെ പവർ അതിപ്പോ അങ്ങനെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. തവള പറയും, നീ ഓൾമോസ്റ്റ് ഈ ജിപ്സു അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ നേച്ചർ എനർജി അത് നീ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്താ അതിന്റെ ഫ്ലോ പോലും നിനക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അതിന് കുട്ടപ്പൻ പറയും, എനിക്കതിപ്പോ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പ തവള ചിന്തിക്കും, ഇവന്റെ സേഗ് ജിപ്സുവിന്റെ കൂടെ അവന്റെ 9th ടൈലിന്റെ പവറൂടെ ചേർന്നാ പിന്നെ ഇവനെ പിടിച്ചാ കിട്ടില്ല. കുട്ടപ്പനിപ്പോ തവള എന്താണ് ചിന്തിച്ചതെന്ന് കറക്റ്റായിട്ട് പിടികിട്ടും. അവൻ പറയും, തീർച്ചയായിട്ടും ഞാനത് ട്രൈ ചെയ്യും. അതിന് തവള ടെൻഷനായിട്ട്, എന്ത് ട്രൈ ചെയ്യുന്ന കാര്യാ നീ പറഞ്ഞേ? അതിന് കുട്ടപ്പൻ കാഷ്വൽ ആയിട്ട് പറയും, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ തവളയാവട്ടെ അവന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ബുക്ക് കൊടുക്കും. ഇത് ആക്ച്വലി ജെറയ സെൻസായി എഴുതിയ ആദ്യത്തെ ബുക്കാണ്. ഇത് വായിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നീ വായിക്കണം. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനാവട്ടെ ആ ബുക്ക് വായിക്കാൻ തുടങ്ങും. ആ ഒരു ബുക്കില് ഇപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ഒരു സ്റ്റോറി ഉണ്ടാവും. നമ്മുടെ നറൂട്ടോയും വേറൊരു ഓപ്പണന്റും ചേർന്ന് ഇപ്പൊ ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റിന്റെ അവസാന ഭാഗത്ത് അവൻ കുട്ടപ്പനെ തല്ലി തോൽപ്പിക്കും. പക്ഷെ കുട്ടപ്പൻ അവൻ ഗിവപ്പ് ചെയ്യാതെ അവനെ തിരികെ അടിക്കുകയാണ്. നറൂട്ടോ വില്ലനോട് പറയും, നിങ്ങളെ എല്ലാവരെയും തകർത്ത് ഗ്രാമത്തിൽ സമാധാനം അതുറപ്പായിട്ടും ഞാൻ പുനഃസ്ഥാപിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ബുക്ക് അത് മുഴുവനായിട്ടും വായിച്ച് കംപ്ലീറ്റ് ചെയ്യും. അത് വായിച്ച് കഴിഞ്ഞുടനെ ഇപ്പൊ കുട്ടപ്പൻ ഒരുപാട് വിഷമായിട്ട് അവൻ കരയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ കുട്ടപ്പൻ ഇപ്പൊ മാമനോട് ചോദിക്കും, കുട്ടിക്കാലത്ത് മാമന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഒറോച്ചിമാറു, പിന്നീട് എങ്ങനെയാണ് അവൻ ഇത്രയും മോശമായി മാറി നമ്മുടെ ഗ്രാമത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതിന് മാമൻ പറയും, അവന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവരെ തിരികെ പിടിക്കാൻ
അവൻ ആ ഫോർബിഡൻ ജിപ്സ് ഉപയോഗിച്ചു. പക്ഷെ അവനെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അതിനുശേഷമാണ് അവൻ ലീഫ് വില്ലേജിനോട് റിവെഞ്ച് എടുക്കാൻ തുടങ്ങിയത്. മാമൻ പറയും, എനിക്ക് ഈ ഷിനോബി ജീവിതത്തോട് തീർത്താ തീരാത്ത വെറുപ്പാണ്. എനിക്ക് ഈ ലോകത്ത് സമാധാനം അത് തിരികെ കൊണ്ടുവരണം. ഒരു പക്ഷേ അതെനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ അത് സാധിക്കണമെന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, തീർച്ചയായിട്ടും ഞാനത് സാധിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ ഹാപ്പി ആയിട്ട് പരസ്പരം നോക്കി ചിരിക്കും. മാമൻ പറയും, ഈ ഒരു ബുക്കില് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് സെയിൽ ഉണ്ടാവും, ഞാൻ ഭയങ്കര ഫേമസ് ആവും എന്നൊക്കെ പറഞ്ഞ് മാമൻ പൊട്ടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത അക്കാസ്കിയുടെ ഹൈഡ് ഔട്ടില് ആ ഒരു എയ്ത്ത് ടൈലിന്റെ പവർ അതിപ്പോ അവർ അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ സഡൻ ആയിട്ട് ആ ഒരു റിച്വല് അത് സ്റ്റോപ്പ് ആവും. ആ ഒരു കില്ലർ ബി അതോടനെ അവിടുന്ന് ഇൻവിസിബിൾ ആവും. അത് കണ്ട് ടോബിയും സെഡ്സും അവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.